സമുദായ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുടെ സ്പെഷ്യൽ കുട്ടൻ ബിരിയാണിയാണ്. ദം ബിരിയാണി അത് 2 കിലോ പച്ചക്കറിക്കാൻ നമുക്ക് ദം 600 ഗ്രാം ഉള്ളി, തക്കാളി എത്ര? 1/2 കിലോ. 2 കിലോ അല്ല നമ്മൾ ഉണ്ടാക്കണല്ലേ? വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക് ഒരു 3 ടേബിൾ സ്പൂൺ, 3-4 സ്പൂൺ ഉണ്ടാവും, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഇത്തിരി മഞ്ഞൾപ്പൊടി. അടുത്തത് നമ്മുടെ സ്പെഷ്യൽ സമദ് ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ. ആർക്കെങ്കിലും സമദ് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ തൈരാണ്, നാടൻ തൈരാണ് അല്ലേ? 3 കയ്യില് തൈര്, ആവശ്യത്തിന് കല്ലുപ്പ്, മല്ലിയില, പുതിനയില എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുനാരങ്ങക്ക് വില കൂടിയോണ്ട് വിനാഗിരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പച്ചക്ക് ദമ്മടിക്കുന്ന സമയത്ത് ഇതുപോലെ നീര് വേണ്ട, താഴെ കണ്ടില്ല നീര്, ഇതുപോലെ നീര് വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. ശേഷം ഇതിനകത്തേക്ക് മീറ്റ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുന്നാക്കി നല്ല പറ്റി അമർത്തി വെക്കണമെന്നില്ലേ? പിന്നെ പറ്റി വെക്കുമ്പോ ഈ പറഞ്ഞു കിട്ടും. അടിയിൽ തീണ്ട് വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നോളൂ അല്ലേ? കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് മൂടി വെക്കട്ടോ. 1/2 മണിക്കൂർ മാക്സിമം 1 മണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കല്ലേ? അത് അടുപ്പത്തേക്ക് പാത്രം വെച്ച്, അല്ല ഗ്യാസിലല്ല സാധാരണ ചെയ്യല്, ഗ്യാസ് ഒക്കെ മാറി കിട്ടാല്ല വിറകാക്കി അല്ലേ? ഒരു 150-100 ഗ്രാം ആ റേഞ്ചിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഏലക്ക, പട്ട, ഗ്രാമ്പു. 2 കിലോ അരി അമ്മ എടുത്തിട്ടുള്ളത്. കയമ 2 കിലോ അരി. 1 കപ്പിന് 1 കപ്പ് വെള്ളമല്ലേക്ക് വെള്ളമല്ല. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക. ഇത് കയമ റൈസ് ആണ്. നമ്മളിതൊരു മാക്സിമം 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള കയമ റൈസ് 2 കിലോ റൈസ്. പച്ചക്കടിക്കുമ്പോ 1 കൊടുക്കുക, 1 കൊന്നതി. പച്ചക്കടിക്കാതെ നമ്മൾ വാട്ടി വെക്കുമ്പോ 1 കൊന്നേക്കാൾ വയ്ക്കുക. നെയ്ച്ചോറാണെങ്കിലും നെയ്ച്ചോറ് 1/4. റെസ്റ്റ് ചെയ്യാൻ വെച്ച പാത്രം നമുക്ക് തുറന്നു കൊടുക്കുക. വറ്റിച്ചെടുത്ത റൈസിലെ മുകൾ ഭാഗം താഴേക്കായിട്ടിട്ട് കൊടുക്കുക. ഇതിന്റെ താഴെ സെറ്റാക്കിയുള്ള മീറ്റോ മസാലയോ ഒന്നും വെന്തിട്ടില്ല. പച്ച മസാലയാണ് ഏറ്റവും താഴെ കെടുക്കുന്നത് കേട്ടാ. ഇനി അത് വേവല് ഈ തീ കത്തുമ്പോൾ അത് വേവ്. ആ സമയത്താണ് ഇതിന്റെ മുകളിലുള്ള റൈസ് ഇനി ഒന്നുകൂടി പാകമായിട്ട് വെന്ത് കിട്ടും. വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ബാക്കി റൈസ് അതിന്റെ മുകളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെമ്പിന് ചുറ്റും മൈദമാവ് ഒട്ടിച്ചു കൊടുക്കുക. ഒരു വെയിറ്റ് കയറ്റിക്കുക. കുറച്ച് വെക്കല്ലേ? നല്ല രീതിയിൽ ദമ്മ് പൊട്ടിയിട്ട് വരുന്നത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് കുട്ടനല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര മണിക്കൂർ ദമ്മ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കണത്? 1.5 മണിക്കൂർ. ലഗോ 2 മണിക്കൂർ. മട്ടൻ ആണെങ്കിലോ 1.5 മണിക്കൂർ മതില്ല. ബ്രോയിലർ ആണെങ്കിലോ? ഇപ്പൊ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അല്ലേ? കാറ്ററിംഗ് കൊടുക്കാനുള്ള, അതൊന്നും നമുക്ക് കഴിച്ചു നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അടിപൊളി ബിരിയാണിയാണ് സംഭവം. നജീബിന്റെ ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. പച്ച മസാലയിൽ കോഴിക്കോട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി നമുക്ക് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ കാറ്ററിംഗ് വർക്കിന് വേണ്ടിയിട്ടൊക്കെ നജീബിനെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എവിടെയാണെങ്കിലും വന്നിട്ട് വർക്ക് ചെയ്തിട്ടാണ്.